അജയ്സ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്ലസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. തട്ടിപ്പുകളുടെ പുതിയ വാർത്തകൾ ദിവസവും എന്ന വണ്ണം വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു തട്ടിപ്പ് വാർത്തയെങ്കിലും പത്രത്താളുകളെ അലങ്കരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരു IAS പ്രൊബേഷണർ പൂജ ഖേത്കർ, അവരാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അട്രാക്ഷൻ. സിസ്റ്റത്തെ എങ്ങനെ കബളിപ്പിക്കാമെന്നും എങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാമെന്നും മാത്രമല്ല, UPSC സിവിൽ സർവീസ് പരീക്ഷകളിൽ പോലും ഉള്ള ലൂപ്പ് ഹോളുകളുടെ ഒരു യഥാർത്ഥ ചിത്രം കൂടിയാണ് പൂജ ഖേത്കർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ പുതിയതൊന്നുമല്ല. വ്യാജ ഡിഗ്രിയും വ്യാജ PhDയും എല്ലാം ഇപ്പോഴും യഥേഷ്ടം അരങ്ങു വാഴുന്നുണ്ട്. കുറേ പേരൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, പിടിക്കപ്പെടാത്തവർ അതിൽ കൂടുതലുണ്ട്. അവരൊക്കെ സുഖമായി പാവം നമ്മളെ നോക്കി ഊറി ഊറി ചിരിക്കുന്നുമുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം പൂജ ഖേത്കർ അല്ല. കാരണം പൂജയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതൊന്നും എനിക്കും അറിയില്ല. പത്രവാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം കുറേ ദിവസങ്ങളായി പൂജയാണ് താരം. ഇനി പറയുവാൻ പോകുന്ന വാർത്തയിലെ താരം ആര്യൻ ആനന്ദാണ്. ആര്യൻ ആനന്ദിനെ മലയാളികൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. പരിചയമുണ്ടാകില്ല. കാരണം ആര്യൻ ആനന്ദിനെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും ഇതുവരെ ഒരു മലയാള ദിനപത്രത്തിൻ്റെയും പത്രങ്ങളുടെയും പേജിലും കണ്ടതായി ഞാൻ ഓർമ്മിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ആര്യൻ ആനന്ദിനെ കണ്ടതായി ഓർമ്മിക്കുന്നില്ല. ആരാണ് ആര്യൻ ആനന്ദ്, എന്താണ് ആര്യൻ ആനന്ദിൻ്റെ പ്രത്യേകത, ഇതെല്ലാം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോയ്ക്ക് ഒരു പക്ഷേ നീളം കൂടിപ്പോയേക്കാം. എന്നിരുന്നാലും എല്ലാവരും ഈ വീഡിയോ കാണണം. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇത് കഥയൊന്നുമല്ല. കഥയാണ് എന്ന് കരുതിയ ഒട്ടേറെ ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇത് കഥയേക്കാൾ അപ്പുറമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് റെഡിറ്റ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഞാനും കണ്ടതായി ഓർക്കുന്നു. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ വിട്ടുകളഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ കഥയാണെന്ന് കരുതി. അങ്ങനെ കരുതിയ എല്ലാവരും അത് വിട്ടുകളഞ്ഞിട്ട് പോയി. എന്നാൽ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ആ പോസ്റ്റ് ഇട്ടയാളുടെ പേരായിരുന്നു ആര്യൻ ആനന്ദ്. ആ പോസ്റ്റിൻ്റെ തലവാചകം ഇങ്ങനെയായിരുന്നു: ഐ ഹാവ് ബിൽറ്റ് മൈ ലൈഫ് ആൻഡ് കരിയർ ഓൺ ലൈസ് ആൻഡ് ഫ്രോഡ്. അതിൻ്റെ താഴെ ചുവന്ന കളറിൽ സീരിയസ് എന്നും അതിന് താഴെ റീഡ് ഓൺലി ഇഫ് യു ഹാവ് ടൈം, ഇറ്റ് ഈസ് വെരി ലോങ് ബട്ട് വർത്ത് ഇറ്റ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ശരിക്കും വളരെ നീളം കൂടിയ ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്ന് അത് എത്ര പേർ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. ഞാനും പകുതി പോലും വായിച്ചില്ല. ആര്യൻ ആനന്ദ് ഒരു 19 വയസ്സുകാരൻ, ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗം. അച്ഛൻ റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരൻ. കൃത്യം സ്വദേശം ഇപ്പോഴും അറിവായിട്ടില്ല. ആര്യൻ ആനന്ദ് ചെയ്തതും ആ പോസ്റ്റിൽ പറഞ്ഞതുമായ കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാം. +2 50% താഴെ മാത്രം മാർക്ക് വാങ്ങി പാസ്സായ ആര്യൻ ആനന്ദ് അയാളുടെ 11ഉം 12ഉം ബോർഡ് എക്സാം റിസൾട്ട്സ് ഫേക്ക് ചെയ്തു, കൃത്രിമമായി ഉണ്ടാക്കി. അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തു. സ്കൂളിൻ്റെ പേരിൽ ഒരു ഡൊമൈൻ തന്നെ വാങ്ങി പ്രിൻസിപ്പലിൻ്റെ ഇമെയിലുകൾ കൃത്യമായി ചമയ്ക്കുന്നു. എന്നിട്ട് സ്കോളർഷിപ്പോടുകൂടി അമേരിക്കയിലെ പ്രഖ്യാതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നു. സ്കോളർഷിപ്പ് പോരാ എന്ന് തോന്നിയിട്ട് ഫുൾ സ്കോളർഷിപ്പിനായി സ്വന്തം അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കുന്നു. ഒടുക്കം യൂണിവേഴ്സിറ്റിയിൽ 10 പൈസ മുടക്കാതെ അഡ്മിഷൻ നേടുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ കൃത്രിമം കാണിച്ചു നല്ല GPA നേടുന്നു. ചിലവിന് പൈസ തികയാതെ വന്നപ്പോൾ ഫേക്ക് റെസ്യൂമെ തയ്യാറാക്കി ന്യൂയോർക്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പാർട്ട് ടൈം ജോലി വരെ നേടുന്ന സംഭവ ബഹുലമായ ഒരു കഥയാണ് ആര്യൻ ആനന്ദിൻ്റേത്. പിന്നീട് കുറ്റബോധം വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ, എന്തായാലും ഒരു നാൾ താൻ പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോഴാണ് ആര്യൻ ആനന്ദിൻ്റെ അനോണിമസ് ആയ റെഡിറ്റിലെ സുദീർഘമായ കൺഫെഷൻ വരുന്നത്. ഈ സുദീർഘമായ ലേഖനം വായിച്ച മറ്റൊരാൾ, ഒരു ഫരീദാബാദുകാരൻ, അയാളാണ് അമേരിക്കയിലെ പെനിസിൽവാനിയയിലുള്ള ലീഹൈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മെയിൽ അയച്ചത്. ഫെബ്രുവരിയിൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഇമെയിൽ ലഭിക്കുന്നു. ആ മെയിലിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: അർജന്റ് റിപ്പോർട്ട് ഓഫ് അഡ്മിഷൻ ഫ്രോഡ്, സീക്കിംഗ് ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റിഗേഷൻ. ആ മെയിലിൻ്റെ ഉള്ളടക്കം വളരെ ചെറുതായിരുന്നുവെങ്കിലും അതായിരുന്നു ഒരു ചെയിൻ ഓഫ് ഇവൻസിന് തുടക്കമിട്ടതും ആര്യൻ ആനന്ദ് എന്ന 19 വയസ്സുള്ള ഇന്ത്യക്കാരനായ ചെറുപ്പക്കാരൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചതും.
യൂണിവേഴ്സിറ്റിയെ കബളിപ്പിച്ച് $85,000 സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ നേടിയതായിരുന്നു ആര്യൻ ആനന്ദിൻ്റെ പേരിലുള്ള കുറ്റം. ആര്യൻ ആനന്ദിൻ്റെ റെഡിറ്റിലെ അക്കൗണ്ടും അന്നത്തെ ആ കൺഫെഷനും ഇപ്പോൾ റെഡിറ്റിൽ കാണുന്നില്ല. പക്ഷേ ആ കുംഭസാരത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി ഞാനൊന്ന് മലയാളത്തിലാക്കി പറയാം. സോ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് when our 10th board exams got cancelled. From that day till now I haven't seriously studied even for 2 hours. ഇങ്ങനെയാണ് ആ നീണ്ട കുറിപ്പ് തുടങ്ങുന്നത്. 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ റദ്ദാക്കിയപ്പോൾ മുതലായിരുന്നു എല്ലാം തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ സീരിയസ് ആയി ഒരു 2 മണിക്കൂർ പോലും ഞാൻ പഠിച്ചിട്ടില്ല. സാധാരണ പോലെ ഞാനും JEE എക്സാം ക്രാക്ക് ചെയ്യുന്നത് സ്വപ്നം കണ്ടു. 11ാം ക്ലാസ്സിൽ ചേർന്നു. പക്ഷേ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. 11ാം ക്ലാസ്സിൽ എനിക്ക് 49% മാർക്കാണ് കിട്ടിയത്. അപ്പോഴാണ് എല്ലാം പുതിയതായി തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് 12ാം ക്ലാസ്സിൽ ഞാനൊരു ഡമ്മി സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിയത്. 1-2 ദിവസമൊക്കെ സീരിയസ് ആയി പഠിച്ചതൊഴിച്ചാൽ ഞാൻ പിന്നെയും എൻ്റെ സ്ഥിരം പരിപാടികൾ തുടർന്നു. തിന്നും ഉറങ്ങിയും സിനിമ കണ്ടും കളഞ്ഞ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാസങ്ങളോളം രാത്രി വെളുക്കുവോളം ഹൊറർ സിനിമ കാണുകയായിരുന്നു എൻ്റെ ജോലി. എന്നിട്ട് പകൽ മുഴുവൻ ഉറക്കവും. ഞാൻ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു എന്നായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ധരിച്ചിരുന്നത്. താമസിയാതെ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പഠിക്കാൻ തോന്നിയില്ല. എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ അധികം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് മാത്സ് കുറച്ചൊക്കെ മനസ്സിലായിരുന്നു, പക്ഷേ അതൊന്നും പോരായിരുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞത് ആര്യൻ ആനന്ദ് എന്ന ആ പയ്യനെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇനിയാണ് യഥാർത്ഥ സംഗതിയിലേക്ക് വരുന്നത്. എനിക്ക് JEE 50% പോലും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിദേശത്ത് അഡ്മിഷൻ കിട്ടുന്ന കോളേജുകൾ തിരയുവാൻ തുടങ്ങുന്നത്. അവരുടെ ഫീസ്, അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ഓൺലൈനിൽ കിട്ടുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് US-ൽ മാത്രമാണ് ഫുൾ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ കൊടുക്കുന്ന ചില ടോപ്പ് കോളേജുകൾ ഉണ്ടെന്നും മനസ്സിലായത്. പക്ഷെ അവിടെ നല്ല അക്കാഡമിക് സ്കോഴ്സ് ഉണ്ടാകണം, നല്ല എക്സ്ട്രാ കരിക്കുലർ എല്ലാം ഉണ്ടാകണം. അവിടങ്ങളിലെ അഡ്മിഷൻ തീയതികൾ മനസ്സിലാക്കി ഞാനൊരു സ്ട്രക്ചേർഡ് ഫ്രോഡ് പ്ലാൻ തയ്യാറാക്കി. അവർക്ക് 9 മുതൽ 11 വരെയുള്ള ക്ലാസ്സുകളുടെ റിസൾട്ടും 12ാം ക്ലാസ്സിലെ പ്രെഡിക്റ്റഡ് റിസൾട്ടും വേണമായിരുന്നു. അതിന് ഞാൻ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ 12ാം ക്ലാസ്സിലെ പ്രെഡിക്റ്റഡ് റിസൾട്ട് സഹിതം പെർഫെക്റ്റായി എഡിറ്റ് ചെയ്ത് അതിനായി ഞാൻ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ സീലും സ്റ്റാമ്പും ഉണ്ടാക്കി. പിന്നെ സ്കൂളിൽ നിന്നും എല്ലാ ട്രാൻസ്ക്രിപ്റ്റും അയക്കേണ്ടതുണ്ടായിരുന്നു. സ്കൂളിനാണെങ്കിൽ ഒരു Gmail ID മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. principal@gmail.com എന്ന ഈ ഇമെയിൽ ID തന്നെ ഫേക്കായി തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ച് സ്കൂളിൻ്റെ പേരിൽ ഞാനൊരു ഡൊമെയിൻ തന്നെ വാങ്ങി. അതാകുമ്പോൾ ഒറിജിനൽ പോലെ തന്നെ തോന്നും. പിന്നെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ആരംഭിച്ചു. അവർക്ക് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് കൂടാതെ പാഠ്യേതര അച്ചീവ്മെൻറ്റ്സ് കൂടി വേണമായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പൂർണ്ണമായ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി. അതിൽ ഒരു ഒളിമ്പ്യാഡ് മെഡൽ നേടി എന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി. എന്നിട്ട് വെരിഫൈ ചെയ്താലും മറുപടി കൊടുക്കുവാൻ പാകത്തിലുള്ള ഇംപ്രസീവായ കാര്യങ്ങൾ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തി. കാരണം വെരിഫൈ ചെയ്യാൻ അവർ സ്കൂളിലേക്ക് മെയിൽ അയച്ചാലും മെയിലിൻ്റെ ആക്സസ് എൻ്റെ കയ്യിലായിരുന്നല്ലോ. അവർക്ക് ഞാൻ എന്തിനാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്, എന്താണ് ആ കോളേജിന് നമ്മൾ കാണുന്ന പ്രത്യേകത, അതിൻ്റെ കാരണങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു എസ്സേകൾ വേണമായിരുന്നു. അതിന് ഞാൻ ChatGPTയെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ChatGPT തരുന്നത് വളരെ മോശം എസ്സേകളായതുകൊണ്ട് നേരത്തെ മറ്റുള്ളവർ കൊടുത്തിരുന്ന ചില നല്ല എസ്സേകൾ എടുത്ത് ChatGPTക്ക് കൊടുത്ത് അതിനെ കുറച്ചുകൂടി ഇംപ്രസീവായ എസ്സേകളാക്കി മാറ്റി തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ChatGPT ഡീസൻ്റായ എസ്സേകൾ തന്നതുകൊണ്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ആര്യൻ ആനന്ദ് US-ലെ കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ അയച്ച കാര്യവും അവിടെ വേണ്ടി വരുന്ന ഫീസിൻ്റെ കാര്യവും എല്ലാം പറയുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 60 മുതൽ 70 ലക്ഷം രൂപ വരെ വേണം പഠിക്കാൻ. അതിൽ കുറച്ച് സ്കോളർഷിപ്പ് കിട്ടിയാലും ബാക്കി 30 ലക്ഷത്തോളം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആര്യന് പക്ഷേ ഒറ്റ പൈസ പോലും മുടക്കുവാൻ ഇല്ലായിരുന്നു. അവർ മാതാപിതാക്കളുടെ വരുമാനം കൂടി കണക്കിലെടുത്തിട്ടാണ് സ്കോളർഷിപ്പ് തരിക. ചിലരെല്ലാം ട്യൂഷൻ ഫീസിന് ഫുൾ സ്കോളർഷിപ്പ് തരുമായിരുന്നു. എന്നാലും താമസം, ഭക്ഷണം എല്ലാത്തിനും കൂടി വേറൊരു 15 മുതൽ 20 ലക്ഷം രൂപ വരെ വേണമായിരുന്നു. പിന്നീട് ആര്യൻ ആനന്ദ് ബോർഡ് എക്സാം എഴുതിയ കാര്യവും അതിൽ അയാൾക്ക് കിട്ടിയ മാർക്കിൻ്റെ കാര്യവും എല്ലാം പറയുന്നുണ്ട്. ഇംഗ്ലീഷും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അയാൾക്ക് കിട്ടിയത് 80-ൽ 10-ഉം 15-ഉം ഒക്കെ ആയിരുന്നു.
കോളേജുകളിൽ നിന്നും ആപ്ലിക്കേഷൻ്റെ റിസൾട്ട് വന്നു. എല്ലാ ഐവി ലീഗിൽ നിന്നും അയാൾ പുറത്തായി. പിന്നീട് US-ലെ ടോപ്പ് 25 യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ നിന്നും അയാൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. നല്ലൊരു ഫൈനാൻഷ്യൽ എയ്ഡ് പാക്കേജോട് കൂടി വർഷം $5000, ഏകദേശം 4 മുതൽ 5 ലക്ഷം രൂപ. അയാൾക്ക് അത് മതിയായിരുന്നു. എന്നാൽ മറ്റ് ആവശ്യങ്ങൾക്ക് അച്ഛൻ്റെ അടുത്തു നിന്നും പണം വാങ്ങുമ്പോൾ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ച് കഴിയേണ്ടേ. മാത്രമല്ല അയാൾക്ക് അവരിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം വേണമായിരുന്നു. ഇതെല്ലാം തെറ്റാണ് എന്ന് അയാൾക്കറിയുമായിരുന്നു. ഇനി ആര്യൻ പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കൂ. അതുകൊണ്ട് വളരെ തെറ്റായ ഒരു ഫ്രോഡ് പ്ലാൻ ഞാൻ ഉണ്ടാക്കി. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒരെണ്ണം നിർമ്മിച്ചെടുത്തു. എന്നിട്ട് ഞാനത് കോളേജിന് അയച്ചു കൊടുത്തു. അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്നും അച്ഛൻ്റെ ഫാമിലി പെൻഷൻ മാത്രമേ അമ്മയ്ക്കുള്ളൂ എന്നും അത് അച്ഛൻ്റെ പെൻഷൻ്റെ പകുതിയാണെന്നും അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞായിരുന്നു ഞാൻ മെയിൽ അയച്ചത്. അവർ അത് വളരെ കാര്യമായി തന്നെ എടുത്തു. എൻ്റെ ഫൈനാൻഷ്യൽ എയ്ഡ് അവർ കൂട്ടിത്തന്നു. ട്യൂഷൻ ഫീസും താമസവും ഭക്ഷണവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമാന യാത്രാക്കൂലിയും എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു അത്. ഇനി ഒരു കാര്യം കൂടി മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ 12th ഗ്രേഡ് റിസൾട്ടായിരുന്നു. 12ാം ക്ലാസ് പാസ്സാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന് എനിക്ക് 58% മാർക്കാണ് കിട്ടിയത്. അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു. ഞാനത് എഡിറ്റ് ചെയ്ത് 91% വീട്ടുകാരെ കാണിച്ചു. പിന്നെ റിസൾട്ടിൻ്റെ കോപ്പി ഡിജി ലോക്കറിൽ നിന്നും എടുത്ത് 91% എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്കൂളിൻ്റെ ഇമെയിലിൽ നിന്നും കോളേജിന് അയച്ചു കൊടുത്തു. കോളേജ് അത് ഉടനെ തന്നെ സ്വീകരിക്കുകയും എൻ്റെ അഡ്മിഷൻ ഒഫീഷ്യലാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം കൃത്യമായി നടന്നു. ഇത് അറിഞ്ഞ എല്ലാവരും അത്ഭുതപ്പെട്ടു. എനിക്ക് എങ്ങനെയാണ് ഒരു US കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വരികയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്താണ് അമേരിക്കയിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ നടപടിക്രമം എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. ചിലരെല്ലാം ഇതൊരു സ്കാം ആണെന്നാണ് വിചാരിച്ചത്. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് യഥാർത്ഥമാണ്, സത്യമാണ് എന്ന്. ഇനി അടുത്ത കടമ്പ US വിസയായിരുന്നു. അതിനുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പിടിക്കപ്പെടുമോ എന്ന പേടി എനിക്കുള്ളിലുണ്ടായിരുന്നു. നന്നായി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിക്ക് വിസ കിട്ടിയില്ല. എൻ്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് കണ്ട് അവർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് വിസ കിട്ടി. ഓഗസ്റ്റ് 2023 ഒരു പൈസ പോലും മുടക്കാതെ ഞാൻ US-ലെത്തി. കോളേജായിരുന്നു വിമാനക്കൂലി കൊടുത്തത്. എയർപോർട്ടിൽ നിന്നും എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും കൊണ്ടുപോകുവാൻ കോളേജ് ബസ് ഏർപ്പെടുത്തിയിരുന്നു. ഓറിയൻറ്റേഷൻ എല്ലാം കഴിഞ്ഞു. ഇവിടെ ഫുൾ സ്കോളർഷിപ്പോടെ വന്നിരുന്ന ഇന്ത്യക്കാരും അല്ലാത്തവരുമായ ഒട്ടേറെ കുട്ടികളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരെല്ലാം ജീനിയസ് ആയിരുന്നു. ചിലരൊക്കെ ചില ഫീൽഡിൽ റിസർച്ച് ചെയ്തവരായിരുന്നു. മറ്റു ചിലർ ഒളിമ്പ്യാഡിലെല്ലാം പങ്കെടുത്തവരുമായിരുന്നു. ഞാൻ മാത്രം ഒരു ഫ്രോഡ്. ക്ലാസ് തുടങ്ങി. ഇവിടെ 2 മിഡ് ടേമും ഒരു ഫൈനലും. ഞാൻ പഴയതെല്ലാം മറന്ന് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ സ്വഭാവമോ എന്തോ എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പരീക്ഷകൾ വന്നു. എൻ്റെ ഫൈനാൻഷ്യൽ എയ്ഡ് സ്കോളർഷിപ്പും എല്ലാം തുടർന്നും കിട്ടണമെങ്കിൽ 4 GPA സ്കെയിലിൽ 3 വേണമായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പ്ലാൻ കണ്ടെത്തി. എക്സാം ഹാളിൽ 100 പേരോളം ഉണ്ടാകും. നമ്മുടെ ഇവിടുത്തെ പോലെ ബാഗോ മറ്റോ പുറത്തു വെക്കണം എന്നൊന്നുമില്ല. മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് ഡിവൈസോ എന്ത് വേണമെങ്കിലും അകത്ത് കയറ്റാം. പക്ഷേ മേശപ്പുറത്ത് ഒന്നും കാണാൻ പാടില്ല. കണ്ടാൽ എല്ലാം തീരും. അവർ ഇതെല്ലാം വളരെ സീരിയസ് ആയി എടുക്കുന്നവരാണ്. സത്യസന്ധതയ്ക്കും അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിക്കും ഇന്ത്യയിലെ കോളേജുകളെക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അവർ. ഇവിടെ ചീറ്റ് ചെയ്യുവാൻ എളുപ്പമാണ്. പക്ഷെ പിടിച്ചാൽ അത് നമ്മുടെ അവസാനമാണ്. ഇവിടെ ആൻസർ ഷീറ്റുകളില്ല. ചോദ്യ പേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എക്സിറ്റിന് അടുത്തായി പോയി ഇരുന്നു. ചോദ്യ പേപ്പർ കിട്ടി. ഇൻവിജിലേറ്റർ എതിർവശത്തേക്ക് നോക്കിയ സമയത്ത് ചോദ്യ പേപ്പർ ജാക്കറ്റിനുള്ളിൽ വെച്ച് ഞാൻ പുറത്തു കിടന്നു. ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ ഞാൻ ഉത്തരം എഴുതി. പരീക്ഷ തീരുന്ന സമയത്ത് തിരിച്ചു വന്നു. ആ സമയത്ത് ഉത്തരക്കടലാസ് കൊടുക്കുവാൻ വലിയ തിരക്കും ബഹളവുമായിരിക്കും. ആ തിരക്കിൽ കൂടി ചേർന്ന് ഞാൻ ഉത്തര പേപ്പർ കൊടുത്തു. എല്ലാ എക്സാമിനും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു. GPA 4-ൽ 4 വാങ്ങി. പിന്നീട് ഇയാൾ ഇന്ത്യയിലേക്ക് സെം ബ്രേക്കിൽ വന്നിട്ട് തിരിച്ചു പോയതും 2ാം സെമസ്റ്ററിലും ഇതേ പണി എല്ലാം ആവർത്തിക്കുന്നതും പറയുന്നുണ്ട്. അവിടെയും അയാൾക്ക് പെർഫെക്റ്റ് സ്കോർ കിട്ടി. പക്ഷേ അയാൾക്ക് പണത്തിൻ്റെ ആവശ്യം കൂടി വന്നു. മക്ഡൊണാൾഡിൽ പോകുവാനും പാർട്ടിക്കും വെള്ളമടിക്കുവാനുമെല്ലാം കാശ് തികയാതെ വന്നപ്പോൾ ആര്യൻ ആനന്ദ് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഇപ്പോഴും അയാൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഫേക്ക് ചെയ്ത് ഒരു 3ാം വർഷ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഫേക്ക് റെസ്യൂമെ ഉണ്ടാക്കി ന്യൂയോർക്കിലെ ഒരു ചെറിയ ഇൻഷുറൻസ് ഫേമിൽ മാർക്കറ്റിംഗ് ഇൻറ്റേണായി ജോലിയും സംഘടിപ്പിച്ചു. പാർട്ട് ടൈം ജോലിയായിരുന്നു അത്. കുറച്ച് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, കുറച്ച് ഇമെയിൽ അയക്കുക, അത്രയേ ജോലി അയാൾക്കുണ്ടായിരുന്നുള്ളൂ.
ജോലി 2-3 മണിക്കൂറുകൾ മാത്രം. ബാക്കി സമയമെല്ലാം സിനിമ കണ്ടും മറ്റും കളയുകയായിരുന്നു ആര്യൻ ആനന്ദ്. ആ ജോലിക്ക് അയാൾക്ക് $1500 ആയിരുന്നു പ്രതിമാസ ശമ്പളം. ഒടുക്കം ആര്യൻ ആനന്ദ് പറയുന്നുണ്ട്, ഫ്രോഡ് ഒഴിച്ച് തലച്ചോറിന് പണി കൊടുക്കുന്ന ഒരു ജോലിയും ചെയ്യുവാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന്. ചെയ്യുന്നത് ശരിയോ തെറ്റോ അയാൾക്കറിയില്ല. മോറലി അത് തെറ്റാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. ഇതുവരെ ഇതിൻ്റെ പേരിൽ അയാൾക്കൊരു പ്രശ്നവും വന്നില്ല. പക്ഷേ ആര്യൻ ആനന്ദിന് പേടി തോന്നി തുടങ്ങി. എന്തോ അരുതാത്തത് വലുതെന്തോ തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ അയാൾക്ക് ഉണ്ടായി തുടങ്ങി. ഏറ്റവും ഒടുക്കം ആ പോസ്റ്റിൽ അയാൾ കുറിച്ച വാചകം, ഇത് ഫാൻറ്റസിയോ ഫേക്ക് സ്റ്റോറിയോ അല്ല. മാത്രമല്ല ഒരാൾക്കും ഇത്രയും വിശദമായി ഒരു ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കുവാനാകുകയും ഇല്ല. എൻ്റെ ജീവിതമാണിത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ആര്യനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒട്ടേറെ ചാർജുകൾ അയാളുടെ പേരിലുണ്ടായിരുന്നു. ഫെലനി, കൗൺസ് ഓഫ് ഫോർജറി, തെഫ്റ്റ് ഓഫ് സർവീസസ് ഒക്കെ ഉൾപ്പെട്ട ചാർജുകൾ. ഏപ്രിൽ 30-നായിരുന്നു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 20 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളായിരുന്നു ഇതെല്ലാം. എന്നാൽ യൂണിവേഴ്സിറ്റി അധികാരികളുടെ അഭ്യർത്ഥന മാനിച്ച കോടതി $25,000 ജാമ്യത്തിൽ ആര്യനെ വിട്ടയക്കുകയും ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഇന്ത്യയിൽ അയാൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് തീർച്ചയായും വിചാരണ നേരിടേണ്ടി വരും. ആര്യൻ ആനന്ദിൻ്റെ ഈ ഒരു കഥ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോളുകൾ അതുപയോഗിച്ച് ഒരു 19-കാരന് ഒറ്റയ്ക്ക്, തീർച്ചയായും അയാൾക്ക് ചില സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ എങ്ങനെ കഴിയും? എങ്കിൽ എന്താണ് ഈ സിസ്റ്റം നമുക്ക് നൽകുന്ന ഉറപ്പ്? ഒന്നുമില്ല. ആർക്കും ആരെയും പറ്റിക്കാം. ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ ഏതൊരു സിസ്റ്റത്തെയും കബളിപ്പിക്കാം. മറ്റൊന്ന്, മാതാപിതാക്കളും കുട്ടികളുമായുള്ള ബന്ധമാണ്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, സിനിമ കാണുന്നുണ്ടോ, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ ആര്യൻ്റെ മാതാപിതാക്കൾ അവൻ്റെ സ്കൂളിൽ മാത്രം ഒരു അന്വേഷണം നടത്തിയിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ഒരച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കാൻ തക്കവണ്ണം അകന്നുപോയ ബന്ധങ്ങളുടെ ഒരു സൂചന കൂടിയാണ് ആര്യൻ്റെ കഥ. നല്ല കഴിവുള്ള ഒരു പയ്യൻ, പക്ഷേ ചിന്തകളും തെരഞ്ഞെടുത്ത വഴികളും മാറിപ്പോയി. അവനെ ശരിയായ വിധത്തിൽ ഗൈഡ് ചെയ്തിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. മറ്റൊന്ന്, US യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല, ഏതൊരു രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യയിൽ നിന്നും പഠിക്കാനായി പോകുന്ന ജെനുവിനായ കുട്ടികളെപ്പോലും അവർ കാണുന്നത് ആര്യൻ ആനന്ദിനെ എന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കും. എംബസികൾ അവർക്ക് വിസ കൊടുക്കുവാൻ മടിക്കും. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ആര്യൻ ആനന്ദിൻ്റെ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായും ഇനി ഉണ്ടാകും. ഇതായിരുന്നു ആര്യൻ ആനന്ദിൻ്റെ കഥ. കഥയല്ല, ജീവിതം. 19 വയസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇനി വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ആര്യൻ ആനന്ദ് ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.